ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു എക്സാം നമുക്ക് പാടായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ബുക്കും പുസ്തകമൊക്കെ എടുത്തു വെച്ച് പഠനം നടത്തും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഒരു മൈൻഡും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് കമ്പൈൻ സ്റ്റഡി ഉണ്ടാവില്ല. അതേപോലെ തന്നെ റെഗുലറായിട്ട് ക്ലാസ്സിന് പോകുന്ന ആളുകളാണെങ്കിൽ പിന്നെ ക്ലാസ് കാണത്തില്ല. അതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിലവിൽ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ അവർ പിന്നെ എന്ത് ചെയ്യില്ല, ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നില്ല, റീചാർജ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ തന്നെയായിട്ട് കുറേ കാരണങ്ങൾ കണ്ടെത്തും. ഈ സൈക്കിൾ അഗർബത്തിയുടെ മോട്ടോ പറയുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ തോൽവികൾ ഉണ്ടാവാനുള്ള കാരണവും നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ മറ്റാരെങ്കിലും തലയിലൊക്കെ കെട്ടിവെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇത്രയും മാർക്ക് വാങ്ങുന്നതിന് വേണ്ടി, അത് എത്ര മാർക്കും ആയിക്കൊള്ളട്ടെ, അതായത് ഒരു മാർക്കെങ്കിലും വാങ്ങാനായിട്ട് നിങ്ങളെടുത്ത എഫേർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. പല ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് അവർക്ക് വേണ്ടത് എന്താണ് എന്നറിഞ്ഞല്ല അവർ പഠിക്കുന്നത്. എല്ലാവരും പഠിക്കുന്നു, അതേപോലെ തന്നെ ഞാനും ഒരു റാങ്ക് ഫയൽ എടുത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാനും ഒരു കോഴ്സ് എന്ത് ചെയ്യുന്നു, നിലവിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചു പോകുന്നു. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രവണത നമ്മളൊന്ന് മാറ്റുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എന്താണോ എനിക്ക് വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഓരോ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് എൻ്റെ മാർക്ക് പോകുന്നത് എന്നുള്ളത്. ഒരിക്കലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എക്സാം ഹോളിൽ വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നമ്മളെ വിലയിരുത്തുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും അതിക്ക് മുന്നേ തന്നെ നമ്മുടെ നിലവാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് എന്ത് ചെയ്യുക? കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന മെയിൻ എക്സാമിന്, അതായത് ഒരു എക്സാം ഹോളിൽ വെച്ച് നമുക്ക് അത്രയും വിയർക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകത്തില്ല. ഓക്കെ. ഇനി മാർക്ക് പഠിച്ചിട്ട് എന്ത് ചെയ്താൽ കിട്ടുന്നില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ബിഗിനേഴ്സ് ആയിട്ടൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർ നന്നായിട്ട് എല്ലാ ദിവസവും കറക്റ്റായിട്ട് സ്റ്റഡി പ്ലാൻ വെച്ച് നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന രീതിയിൽ, അതായത് ആദ്യം ഒരു 25, അതേപോലെ 30, 35, 40, 50, 55, 55 മാർക്ക് വരെയും ഏകദേശം കുഴപ്പമില്ലാത്ത ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 6-7-8 മാസം കൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥി, നിങ്ങൾ യൂണിഫോം ജോബ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ആ ഒരു തസ്തികയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്കലും സ്പെഷ്യൽ ടോപ്പിക്സും പഠിച്ച് അവിടെ സെറ്റ് ആവാനായിട്ട് തീരുമാനിക്കുക. അല്ലാതെ ഒരു ക്ലറിക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിന് യൂണിഫോം ജോബ്സ് അല്ലാത്തൊരു എക്സാമാണ് നോക്കുന്നതെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് ഇനി എത്ര മാർക്ക് കൂടി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും? ഏകദേശം ഒരു 25ഓളം മാർക്കെങ്കിലും നേടുന്ന ഉദ്യോഗാർത്ഥി, അതായത് ഒരു 75 എബോവ് വാങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ജോലി കിട്ടും എന്നുള്ള ഫുൾ കോൺഫിഡൻസോടുകൂടി മറ്റൊരു ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹയർ സ്റ്റഡീസോ എന്തും അവസാനിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് വാങ്ങാനായിട്ട് ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ 50-55 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി പിന്നെ ഓരോ മാസവും ചിലപ്പോൾ ഈ പറയുന്ന 1 മാർക്കോ 2 മാർക്കോ വച്ചൊക്കെയാണ് ഇമ്പ്രൂവ് ആവത്തുള്ളൂ. അപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ 55 മാർക്ക് വരെ എത്തിയ ഉദ്യോഗാർത്ഥി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു മാർക്കിലേക്ക് എത്തിയതെന്നുള്ളതും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവ് മാർക്ക് എത്രയാണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അന്നേരവും ഈ പറയുന്ന 10, 15, 16, 17, 20 മാർക്കൊക്കെ നെഗറ്റീവ് വരുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ അതെന്ത് ചെയ്യുക? ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 നെഗറ്റീവിലേക്കൊക്കെ എന്ത് ചെയ്യുക? കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. നെഗറ്റീവ് മാക്സിമം കുറയ്ക്കുക. നിങ്ങൾ എക്സാംസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഒന്ന് ടൈം മാനേജ്മെന്റ്, അതേപോലെ തന്നെ നെഗറ്റീവ്, അതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ സബ്ജക്റ്റുകളിലും നിങ്ങൾ എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ളത്. അപ്പോൾ ടൈം മാനേജ്മെന്റും അതേപോലെ തന്നെ നെഗറ്റീവും കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലേക്ക് എക്സാം പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഏതാണോ ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു എക്സാമിൻ്റെ സിലബസ് അനുസരിച്ച് വരുന്ന പല പല ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഒരിക്കലും ഒരു എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് പഠിക്കാനായിട്ടുള്ള മനസ്സ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ കഠിന നിരാശയിലൊക്കെ പോകുന്നത്. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികളുണ്ട്, ഞാൻ എന്തായാലും 10th ലെവൽ പ്രിലിംസിൽ ഏകദേശം 80 മാർക്ക് വാങ്ങും, ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ്. ആ ഒരു പോസ്റ്റിൽ എനിക്ക് ഉറപ്പായിട്ടും മെയിൻസിന് ഞാൻ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഞാൻ സെക്രട്ടേറിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് അവിടെ പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവും. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു.
എപ്പോഴും ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന ആഗ്രഹങ്ങൾ എങ്ങാനും നടന്നില്ല എന്ന് കരുതി നമ്മൾ ഒരിക്കലും ഡെസ്പടിച്ച് പിന്നെ ഒരിക്കലും ആ ഒരു മേഖല എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാനൊന്നും പോകരുത്. അപ്പോൾ അത്രയും നാൾ നമ്മളെടുത്ത എഫേർട്ട് വെറുതെയാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എനിക്കൊരു ജോലി എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. അത് എന്ത് ജോലിയും ആയിക്കോട്ടെ. എനിക്കൊരു ജോലി കിട്ടുന്ന വരെ ആയിരിക്കും എൻ്റെ പഠനം മുന്നോട്ടേക്ക് പോകുന്നത്. എന്നെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, അതേപോലെ തന്നെ എന്താണ് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ ഞാനൊരു റാങ്ക് ലിസ്റ്റിൽ വന്ന് എനിക്കൊരു ജോലി കിട്ടി, എൻ്റെ ആദ്യത്തെ ശമ്പളം കൊണ്ട് എന്താണ് മറ്റുള്ളവർക്ക് ട്രീറ്റ് ചെയ്യാൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി പേര് നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോൾ അവരൊന്നും ഒരിക്കലും നിരാശപ്പെടുത്താനായിട്ട് നിങ്ങൾ ഇടവരരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. കാരണം 10th പ്രിലിംസ് എക്സാം കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞാണ്, സാറേ ഇനി മുന്നോട്ടേക്ക്, അതായത് 4th സ്റ്റേജ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഇപ്പോൾ നമ്മൾ ബാക്കി 3 സ്റ്റേജുകളെ നമ്മൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചോദ്യങ്ങളും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സ്റ്റോക്ക് GK എല്ലാം വന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ശരിക്കും 4th സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് വളരെയധികം സങ്കടം ഉണ്ടായിട്ടുണ്ട്. കാരണം 3rd ലെവലിലൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ വന്നത്, അപ്പോൾ ആ ഒരു ലെവലിലുള്ള എക്സാം ഒക്കെ ആയിരിക്കും വരുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിൽ നിന്നൊക്കെ തകിടം മറിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു കുറേ ചോദ്യങ്ങൾ വന്നു. അപ്പോൾ അതായത് ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. കുറേ GK ക്വസ്റ്റ്യൻസ് സ്റ്റോക്കായിട്ട് പല പല എക്സാമുകളും ചോദിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യണേക്ക് മുമ്പ് തന്നെ അടുത്തൊരു ചോദ്യം വരികയാണ് നല്ല ടൈറ്റ് ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൂൾ ഓഫ് മൈൻഡിൽ ഇരുന്ന് എഴുതാനായിട്ട് പലർക്കും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറേ എന്താണ് നെഗറ്റീവ്സിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ടെൻഷൻ അടിക്കാതെ മാത്രമേ ഉള്ളൂ. വരുന്ന എക്സാമുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് തന്നെ പഠിച്ചു പോവുക. പോരായ്മകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും എന്താണ് മാർക്ക് കൂടുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വേ ഓഫ് സ്റ്റഡി എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരാഴ്ച നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ തന്നെ പഠിച്ചു പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആൻസർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൽ അന്ന് ആൻസർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 60 മാർക്ക് കിട്ടിയെന്ന് ഓർക്കുക. പിറ്റേ ആഴ്ച നിങ്ങൾ എക്സാം എഴുതുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 35 മാർക്കാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി എന്ന് പറയുന്നത് അതൊരു എന്താണ് പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ 60 മാർക്ക് തന്നെ കീപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ 60 മാർക്കിൽ കൂടുകയല്ലാതെ ഒരിക്കലും എന്താണ് 35 മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്കിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു 10 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്ക് കുറവ് മാർക്കിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പഠനം എന്ന് പറയുന്നത് അത് എന്താണ് ഒരു പ്രോപ്പറായിട്ട് ഒരു വഴിയിലൂടെ അല്ല നിങ്ങൾ പഠിച്ചു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കണം, എപ്പോഴും എന്താണ് ഈ പറയുന്ന കോർ സബ്ജക്റ്റുകളായിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കൂടെ കറണ്ട് അഫയേഴ്സും ഇത് എല്ലാ ദിവസവും ഒരു 10 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 ചോദ്യങ്ങളെങ്കിലും വർക്കൗട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്താണ് നമ്മൾ ഈ പറയുന്ന GK പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പഠിച്ചു എന്നൊക്കെ തോന്നും. പക്ഷെ എന്താണ് അങ്ങനെ പഠിച്ചു എന്ന് മാത്രമാണ് തോന്നുള്ളൂ. പക്ഷെ എന്താണ് ഈ പറയുന്ന ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആയാലും മലയാളം ആണെങ്കിലും അതിൻ്റെ ഒരു ലോസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അത് കാലാകാലങ്ങളോളം അത് അങ്ങനെ തന്നെ പഠിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് നമുക്ക് ഏതാണോ എക്സാം വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അതായത് നമ്മളൊരു ശബ്ദം തന്നെ എടുത്തേക്കുക, ഇനി വരുന്ന എക്സാമുകളിൽ അത് എന്താണ് 10th ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, ബെവ്കോ ഏത് വന്നാലും അതിലൊക്കെ ഞാനൊരു 70 മാർക്ക് 75 മാർക്ക് വാങ്ങാനായിട്ട് ഞാൻ പഠിക്കുന്ന രീതിയിലാണ് പഠിച്ചു പോകുന്നത് എന്നുള്ളൊരു ശബ്ദം എടുത്ത് മുന്നോട്ടേക്ക് പഠിച്ചു പോകുക. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും റിവിഷൻ ചെയ്യുക. നമ്മുടെ എല്ലാവരുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് കുറേ അങ്ങ് പഠിച്ചു കൂട്ടും, അവിടെ നിന്നും ഇവിടെ നിന്നും ഏത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും, വായിക്കും. ഏത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ നോട്ട് എഴുതി വെക്കും. പക്ഷെ ഇതൊന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ എക്സാമിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളൊന്ന് തിരിച്ച് വായിച്ചു നോക്കാനോ അല്ലെങ്കിൽ എഴുതി വെച്ചേക്കണ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നോക്കാനോ ഒന്നും നമുക്ക് എന്ത് കിട്ടും, സമയമൊന്നും കിട്ടുന്നില്ല. നമ്മൾ അത് നോക്കത്തുമില്ല. പിന്നെ എപ്പോഴെങ്കിലും എന്താണ് ഈ പറയുന്ന എക്സാമിൻ്റെ ടൈമിലായിരിക്കും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ആ ഒരു എക്സാമിൽ കാണുന്നത്. അപ്പോഴാണ് നമുക്ക് വെളിപാടുണ്ടാകുന്നത്, ഇത് എവിടെയോ ഞാൻ വായിച്ചതാണ്. അത് മാത്രമാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ, എവിടെയോ വായിച്ചതാണെന്നുള്ളത്. ഒരിക്കലും എന്താണ് കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം എവിടെയോ വായിച്ചു പക്ഷെ പിന്നീട് ഒരിക്കലും നമ്മളത് റിവിഷൻ ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഒരു ചോദ്യം നിങ്ങൾ വായിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക്
ഒരു പ്രാവശ്യം നോക്കി പറ്റുന്നില്ല, 2 പ്രാവശ്യം നോക്കി പറ്റുന്നില്ല, മൂന്നാമത്തെ പ്രാവശ്യവും നിങ്ങൾ നോക്കിയിട്ടും അവിടെ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെയും അതവിടെ ഇട്ട് മസിൽ പിടിക്കാനോ അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കി എന്ത് ചെയ്യാൻ വെറുതെ കറക്കി കുത്താനുള്ള പരിപാടികൾക്കും പോകരുത്. എന്ത് ചെയ്യണം, അതവിടെ ക്ലോസ് ചെയ്യുക, എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് വന്നത്. അപ്പോൾ പഠിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികൾ ഒറ്റ കാര്യം കൂടി വിചാരിക്കുക, നിങ്ങൾ ഇത്രയും നാളും പഠിച്ച് ഏകദേശം നിങ്ങൾ എന്താണ് ഈ പറയുന്ന ഒരു പകുതി കൂടുതൽ അല്ലെങ്കിൽ ഒരു പകുതി ഭാഗമെങ്കിലും എത്തിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ 1.5 വർഷം നിങ്ങൾ പഠിച്ചതെല്ലാം എന്ത് ചെയ്യാണ്, എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ച് ഇനി നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ നാളെ ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് ഈ ഒരു പരിപാടിയിലേക്ക് തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഒക്കെ ആയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോകാം. അല്ലാതെ ട്രാക്കിലായ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു എന്താണ് PSC വളയത്തിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഏജ് ഓവർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടണം. ഈ 2 ഓപ്ഷൻ അല്ലാതെ ഇതിൻ്റെ അകത്തുനിന്ന്, അതായത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് ഈ മയക്കുമരുന്നിലും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കഞ്ചാവിലൊക്കെ അഡിക്റ്റായി അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടി വല്ല ഡി അഡിക്ഷൻ സെൻ്ററിൽ എങ്ങനെയും കൊണ്ടുവന്നാക്കാം. പക്ഷേ PSC എന്ന് പറയുന്ന ഒരു മാന്ത്രിക വലയത്തിലേക്ക് നമ്മൾ കയറി പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന ഒരു ട്രാക്കിലേക്ക് ചാടിയൊരു ഉദ്യോഗാർത്ഥിയാണ് ഒരിക്കലെങ്കിലും ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിലെങ്കിലും വന്നൊരു ഉദ്യോഗാർത്ഥി, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 50-55 മാർക്കിലേക്ക് എത്തിയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ ജോലി കിട്ടണം അല്ലെങ്കിൽ ഏജ് ഓവർ ആവണം. അല്ലാതെ ഈ ഒരു മാന്ത്രിക വലയത്തിൽ നിന്ന് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ഇന്ന് നിങ്ങൾ പറയും എന്ത്, ഈ 10th പ്രിലിംസിന് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന് പഠനം ഇവിടെ ഉപേക്ഷിക്കുകയാണ്, പോവാന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നാളെയോ നാളെ കഴിഞ്ഞോ നിങ്ങളുടെ കൂടെ ഇരുന്ന പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് ജോലി കിട്ടി എന്നുള്ളതോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു എന്നൊരു വാർത്ത എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അടുത്തൊരു എക്സാമിന് വേണ്ടി വീണ്ടും പ്രിപ്പയർ ചെയ്യും. അപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താ, ഈ 1.5 വർഷം നിങ്ങൾ എന്താണോ പഠിച്ചത് അത് എന്ത് ചെയ്യും, അടുത്തൊരു പുതിയൊരു റീജോയിനിങ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളൊരു പുതിയ ഉദ്യോഗാർത്ഥിയായിട്ട് തന്നെയായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അന്ന് നിങ്ങൾ ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഏതുമായിക്കൊള്ളട്ടെ, ഏതൊരു ചോദ്യത്തിൻ്റെയും എന്താണ് ചോദ്യം എന്നുള്ളതും അതെവിടെയോ കേട്ടിട്ടുള്ള ആ ഒരു ഓർമ്മ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠനം എന്ന് പറയുന്നത് ഒരിക്കലും പാതി വഴിയിൽ നിൽക്കരുത്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നിങ്ങൾക്കൊരു ജോലി എന്ന് കിട്ടുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്നൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നോ അതുവരെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക, എക്സാംസുകൾ എഴുതുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ പോലും അറിയാതെ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾ വരും. അതേപോലെ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന സ്വപ്നം കണ്ടും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നിങ്ങളുടെ അച്ഛനായാലും നിങ്ങളുടെ അമ്മയായാലും അവർക്കൊക്കെ ഒരു ദിവസമെങ്കിലും എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് നല്ലൊരു ജോലി കിട്ടി അല്ലെങ്കിൽ ഇന്ന സർവീസിലാണ് അവൾ കയറിയത് എന്ന് പറയാനുള്ള ഒരു സന്തോഷ വാർത്ത അവർക്ക് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ആരും വിഷമിക്കൊന്നും വേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു 50 മാർക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ മാർക്ക് വെച്ചാണ് മുന്നോട്ടേക്ക് കയറത്തുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ എവിടെയാണോ നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നിട്ട് അത് മാത്രം എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക, എന്നിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന മാർക്ക് നമുക്ക് കുറച്ചുകൂടിയും കയറി വരുന്നതായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം എത്രയാണോ കട്ട് ഓഫ്, ആ കട്ട് ഓഫിലേക്ക് എത്താനുള്ള ഒരു പ്രയാണമായിരിക്കണം ആദ്യം. അതിനുശേഷം ആ കട്ട് ഓഫിനേക്കാൾ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാണെങ്കിൽ അടുത്തൊരു എക്സാം നിങ്ങളുടെ കയ്യിലിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും കൂടെ ഞാനും ഉണ്ടാവും. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഏറ്റവും പുതിയ ബാച്ച് തുടങ്ങി ഇന്ന് 7 ദിവസങ്ങൾ പിന്നിടുകയാണ്. നാളെ 8ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ, PDF നോട്ട്, പക്കാ റിവിഷൻ, അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. 10 പൈസ പോലും മുടക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ജോലിയാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഈ ഒരു ജോലി സ്വന്തമാക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പോസ്റ്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അങ്ങനെ വരുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൂടെ കൂടാൻ തയ്യാറാണെങ്കിൽ, വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. സർവേശ്വരൻ നിങ്ങളെ ഈ ഒരു വർഷം ഉറപ്പായിട്ടും നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.